ചേട്ടനിപ്പോ മെലിൻ ചേച്ചിയെടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ? സീരിയലിൽ സംസാരിക്കുന്ന പോലെ. ഞാൻ ഫീൽ ചെയ്ത് സംസാരിക്കണേണ്. അത് കേട്ടിട്ട് നിനക്ക് സീരിയലിൽ സംസാരിക്കുന്ന തോന്നാടി? ചേട്ടാ ഇത് കുറച്ച് ഓവറായി പോയി. ചേച്ചി എന്ത് നല്ല ചേച്ചിയായിരുന്നു. ചേച്ചി ഇങ്ങോട്ട് വരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ചേട്ടന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു മക്കളെ. ചേട്ടൻ ഇനി ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ചേച്ചി വരത്തില്ല. കിടന്ന് മോങ്ങേണ്ട വരും. മോങ്ങാനാ? ഞാൻ നീ നോക്കിയിരിക്കത്തേ ഉള്ളു. നീ ഹായ് ലച്ചു ചേച്ചി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഞാനിപ്പോ എത്തിയുള്ളൂ. എന്ത് സിദ്ധുവിന്റെ കാര്യോ? അത് ഞാൻ പറഞ്ഞല്ലോ, സിദ്ധുവിന് തോന്നുമ്പോ വരട്ടെ. ഇനിയിപ്പോ വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്താന്ന്? ആഹാ, അപ്പൊ സിദ്ധുവിന് വരാൻ താല്പര്യമുണ്ട്, ഞാൻ അവന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞല്ലേ? ശരി, ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മ സിദ്ധു വരേ പോവേ വരാതിരിക്കേ എന്തെങ്കിലും കാണിക്കട്ടെ. ഇനിയിപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മ എനിക്കെന്തിനാ വിഷമം? ഞാൻ എന്തിനാ വിഷമിക്കണ്ടേ? വിഷമിച്ചോണ്ടിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. അമ്മ ഞാനിപ്പോ വന്ന് കേറിയുള്ളൂ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ രണ്ട് ആത്മാക്കൾ ഇവിടെ നിപ്പുണ്ട്, കണ്ടില്ലേ? ആത്മാക്കളെ കാണാനുള്ള ദിവ്യദൃഷ്ടി ഒന്നും എനിക്കില്ല. ചേച്ചി എന്തോ വലിയ കലിപ്പിലാണല്ലോ. കുഴിപ്പള്ളത്ത് നിന്നാ കലിപ്പാവും. എന്റെ മരുമോൾ എവിടെ? കല്ലു എവിടെ? അവിടെ അച്ഛനും അമ്മയും പിടിച്ചു വെച്ചേക്കോ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് വരാം. എന്റെ അമ്മയെ കൊല്ലു മനുഷ്യരെ. കുഴിപ്പള്ള ലച്ചു എപ്പ വന്ന് കയറേ ഉള്ളൂ. എന്താ എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? മുഖമൊക്കെ ഒരുമാതിരിക്കണം. അതൊന്നും പറയണ്ട. വിശേന്ദ്രടെ കാര്യം പറ. എടാ, സിദ്ധു എന്റെ അടുത്ത് പറഞ്ഞത് ഈ മാസം വരാന്നാണ്. അത് എന്നപ്പോ പറയാ അടുത്ത മാസം വരാന്ന്. ഞാൻ പറഞ്ഞു എന്തിനാ നീ അടുത്ത മാസം വരണേ? ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇപ്പൊ 2025 ആയുള്ളൂ. 26 ഉണ്ട്, 27 ഉണ്ട്, 28 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സിദ്ധുവിന്റെ ഒരു കോമഡി, അങ്ങനെയാണെങ്കിൽ 2030 വരാവുന്നു. 2030 ഞാൻ പറഞ്ഞു മതി, സന്തോഷം, ഒരു കുഴപ്പമില്ല. 5 വർഷം കഴിഞ്ഞിട്ടാ എന്റെ കല്യാണത്തിന് വരൂല്ലേ? ലച്ചു എന്തോന്നടേ, നിനക്കൊന്നും മനസ്സിലാവൂല ഗൾഫിലെ അവസ്ഥ. അവിടെ ഓഫീസിൽ എന്തെങ്കിലും തിരക്കായിരിക്കും, അതായിരിക്കും അവൻ അടുത്ത മാസം വരാന്ന് പറഞ്ഞത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ ലച്ചു? ആയിക്കോട്ടെ, സിദ്ധു അവിടെ കമ്പനിക്ക് വേണ്ടി ചത്ത് ജീവിക്കുമല്ലേ, അവിടുത്തെ അറബീനെയും കെട്ടിപ്പിടിച്ച് നോട്ടെ, ഇങ്ങോട്ട് വരണ്ട. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടക്കുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്തോ ഉടക്ക്? എന്റെ അമ്മായി, സത്യം പറഞ്ഞ എനിക്ക് ഇപ്പൊ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒരു 2 വർഷത്തേക്ക് സിദ്ധുവിന് ഇനി ലീവ് കിട്ടരുത്. അവൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിട്ടേ കിടന്ന് കൊതിക്കണം, കിടന്ന് കരയണം അവിടെ. എന്ത് സ്വഭാവം ഇത്? അപ്പൊ സിദ്ധോളെ ഇങ്ങോട്ട് വരണ്ടേ? വരണ്ട. മനസ്സിൽ നല്ല കലിപ്പുണ്ട്, പക്ഷെ എന്തോ ആ സാധനം അങ്ങോട്ട് പുറത്തു വരാനില്ല. എടാ, ഈ ഗൾഫ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ. മക്കളെ പാറുടെ, ഇതാണ് ഗൾഫ് കണ്ടുപിടിച്ച മാമി. നേരെ ഒന്ന് നോക്കിയോ, കണ്ടല്ല? പറ്റുമെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചോ, ആവശ്യമില്ല. പിന്നെ ഗൾഫെന്ന് പറഞ്ഞു ചേച്ചി എടുക്കേച്ചി. ഞാൻ എന്തിനാ എടുക്കണേ? വലിയ തിരക്കുള്ള ആളല്ലേ, വെറുതെ എന്തിനാ എന്റെ അടുത്ത് സംസാരിച്ച സമയം കളയാണ്? അവിടെ വിളിക്കട്ടെ. എടുക്കേച്ചി. അത് കട്ടായി. പിന്നെ തിരിച്ചു വിളി, കഷ്ടമുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടേ മാറു? ചേച്ചി കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അഹങ്കാരം കൂടിയിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. വിടാനാ? എവിടെ വിടാൻ? കടിക്കോ? അങ്ങനെയാണെങ്കിൽ ഞാനും തിരിച്ചു കടിക്കും. കടിക്കട്ടെ ഞാൻ. വിടാ ഉദ്ദേശിക്കണില്ല. വിട് അവളോട് കൈ. പിന്നെ അല്ലാണ് ആന്റി, എന്റെ കാര്യത്തിലൊക്കെ ഇടപെടുകയും ചെയ്യും, എന്നിട്ട് എനിക്ക് അഹങ്കാരമാണെന്ന്. ഇനി മേലെ എന്റെ കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ എന്റെ സ്വഭാവം മറന്നു വയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ ബന്ധം ഏർപ്പെടുത്തണം. കണ്ടേ അവള് പറയണേ കേട്ടാ. ഇവിടെ സംസാരിക്കുന്നതൊക്കെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പറയാണ്. അർത്ഥം അറിയാതെ പറയുന്നൊന്നുമല്ല, അർത്ഥമൊക്കെ നല്ലോണം അറിഞ്ഞിട്ട് പറയണത് ഇതൊക്കെ. എന്റെ വാ നാക്ക്. லெச்சு, இந்த பந்தம் ஏற்படுத்தனா டைவர்ஸ் தானே? அது தന്നെയാണ്. அப்படினா நீயும் சித்தும் டைவர்ஸ் பண்ணனும்னா இவ சொல்றாளா? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ ചേച്ചി എന്താണോ ഉദ്ദേശിച്ചേ? ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെടണമെങ്കിലേ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആവണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആവും.
കുഴിപ്പടത്തോടെ ദേഷ്യം മൊത്തം ഇവിടെ തീർത്തിട്ട് പോവാ. പുറത്തോട്ട് നിക്കടിയോടെ എന്താ പുറത്തോണ്ട് പോയേ? എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പെറുപെടുത്തില്ല, എന്നെ വിട്. കിട്ടാത്തതിന്റെ കുറവാണ്. എന്തോന്ന് ലച്ചു വന്ന ഉടനെ തുടങ്ങിയാ? കുഴിപ്പടത്തൊന്ന് വന്നു കഴിഞ്ഞാൽ ജാടയാ. ഞാനേ എണ്ണി വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് സമയമാകുമ്പോ തരാം കേട്ടാ. லெச்சு நீ வந்ததுலேருந்து ரூமிலே தானே உட்கார்ற, ஏதா வந்து சாப்பிடுப்பா. അയ്യോ എനിക്കൊന്നും വേണ്ട. ഞാനതിനോട് ചോദിച്ചു ചോദിക്കാം എന്തിനാണ് ഡേറ്റ് മാറാൻ കാരണം, ഇനിയിപ്പോൾ എന്നായിരിക്കും വരുന്നതെന്ന്. അല്ല പിന്നെ ചേച്ചിയുടെ സങ്കടം കണ്ടോണ്ടിരിക്കണം നമ്മളല്ലേ? സങ്കടോ? ആർക്ക് സങ്കടം? നിങ്ങൾക്കൊന്നും ഈ ഗൾഫിലെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂല. ഗൾഫൊക്കെ ഇപ്പം വളരെ പ്രതിസന്ധിയിലാണ്. അമ്മായി, പ്രവാസികളുടെ പ്രശ്നമൊക്കെ നമുക്കും അറിയാം, അതുകൊണ്ട് അമ്മായി ഇനി മിണ്ടരുത്. എന്തൊക്കെ വന്നാലും ലച്ചു ഇനി കുലുങ്ങൂല. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.